അപ്പോൾ ഒരു എയർപോഡ്സ് വാങ്ങി. ഇത് ഇറങ്ങിയ കാലം മുതൽ ഇത് വാങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു 12,000-നും 15,000-നും മേളിലായിരുന്നു ഇതിൻ്റെ വില കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഇത് കുറച്ച് ഓവർ പ്രൈസ്ഡായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത്തവണത്തെ ബിഗ് ബില്യൺ ഡേയിൽ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ദീപാവലിയുടെ ഓഫറിലായിക്കോട്ടെ, എനിക്ക് ഏറ്റവും നല്ലൊരു ഓഫറായിട്ട് തോന്നിയത് ഒന്ന് പിക്സൽ 4a ആണ്. പിക്സൽ 4a ഏകദേശം 26,000 രൂപയ്ക്ക്, അത് ബാങ്കിൻ്റെ ഓഫറൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 22,500 രൂപയ്ക്ക് പിക്സൽ 4a കിട്ടുമായിരുന്നു. അത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു ഓഫറായിരുന്നു. ഏകദേശം നമുക്കൊരു 10,000 രൂപയോളം കുറച്ച് കിട്ടി. പിന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു ഓഫറായിട്ട് തോന്നിയത് ഈ എയർപോഡ്സിൻ്റെ ആണ്. ഇപ്പോഴത്തെ എയർപോഡ്സിൻ്റെ വില എന്ന് പറയുന്നത് 13,999 രൂപ, അതായത് 14,000 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇതെനിക്ക് 8,999 രൂപ കിട്ടി. ഏകദേശം ഒരു 5,000 രൂപയോളം കുറച്ച് കിട്ടി. അപ്പോൾ ഈ ഒരു വില എന്ന് പറയുന്നത് ഇതിനത്ര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാർജിങ്ങിനായിട്ട് ലൈറ്റ്നിങ് കേബിളാണ് കിട്ടുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു LED ലൈറ്റ് കാണാം. ഇത് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഇത് ഡിറ്റക്റ്റ് ചെയ്യും. ജസ്റ്റ് കണക്ട് കൊടുക്കുക, ഉണ്ടോ, കണക്റ്റായി. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നതിൻ്റെ ചാർജാണ്. ഇതിനകത്ത് എയർപോഡ്സിനകത്ത് 100% ചാർജ് ഉണ്ട്, പക്ഷേ ഈ കേസിനകത്ത് 17% ചാർജേ ഉള്ളൂ. അതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്തുകൊണ്ടൊന്നും ഇവിടെ പോപ്പപ്പ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുകയില്ല. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്തിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ റൗണ്ട് സ്വിച്ച് ഉണ്ട്. നമ്മൾ ആ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, പെയർ. നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ വയർലെസ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ എടുത്തു വരേണ്ട ആദ്യത്തെ കാര്യം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ആപ്പിളിൻ്റെയാണ് പ്രോഡക്റ്റ്, അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് അടയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലൊക്കെ വേറെയാണ്. അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. നമുക്ക് നമ്മുടെ ഒരു കൈക്കുള്ളിൽ തന്നെ കൊണ്ടു കിടക്കാം. വളരെ ചെറുതുമാണ്, സ്ലിമ്മുമാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആണെന്ന് വയ്ക്കുക. നിങ്ങളുടെ ഐഫോണിൽ നിങ്ങളിത് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾ ഐഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ആപ്പിൾ ഐഡി തന്നെയാണ് ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ടാബ്ലെറ്റിലോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ മാത്രം നിങ്ങളിത് കണക്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ആപ്പിൾ ഐഡി യൂസ് ചെയ്തിരിക്കുന്ന ബാക്കി ഏതൊക്കെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ടോ ആ സിസ്റ്റത്തിലൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് സാധാരണ ഡ്രൈവറും അതുപോലെ തന്നെ ബാറ്ററി മാത്രമല്ല വരുന്നത്. ഇതിനകത്ത് നമുക്ക് എക്സലറോമീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോക്സിമിറ്റി സെൻസർ വരുന്നുണ്ട്. ഈ പ്രോക്സിമിറ്റി സെൻസർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കടന്നു പോകും. നമ്മൾ ജസ്റ്റ് നമ്മുടെ ചെവിയിൽ ഈ സാധനങ്ങൾ എടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഓഡിയോ ആണെങ്കിലും പോസ് ആവും. അതുപോലെ തന്നെ ജസ്റ്റ് ഞാൻ തിരിച്ചത് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ വരുന്നത്. നമ്മളൊരു സിംഗിൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ പോസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്പിളിൻ്റെ സിരി ഇല്ലേ, ആ സിരീനെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡിൽ തന്നെ പറയാം. വേറെ ഒന്നുമല്ല, ഒരു തവണ നമ്മളിതിങ്ങനെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവർ പറയുന്ന 5 മണിക്കൂറാണ്. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 4.5 മണിക്കൂർ, ഏകദേശം 4 മണിക്കൂറും 4.5 മണിക്കൂർ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അതും കണ്ടിന്യൂസ് കിട്ടുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇത് ഏകദേശം 24 മണിക്കൂറോളം കിട്ടുമെന്നാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 20 മണിക്കൂറിന് മേളിലൊക്കെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആണല്ലോ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഫോൺ മേടിക്കുമ്പോഴത്തേക്ക് ഐഫോണിൻ്റെ കൂടെ വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് കിട്ടുമല്ലോ. ആ ഹെഡ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ബേസ് കൂടുതൽ ഇതിനകത്ത് തോന്നി. സാധാരണ ഞാൻ ഓർത്തിരുന്നത് വയേർഡ് ഹെഡ്സെറ്റിലായിരിക്കും കുറച്ചുകൂടെ ബേസ് കൂടുതൽ കിട്ടുന്നതെന്നാണ്. പക്ഷേ ആപ്പിളിൻ്റെ വയേർഡ് ഹെഡ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബേസ് കൂടുതൽ ഇതിനുണ്ടെന്ന് തോന്നി. നമുക്ക് അത്യാവശ്യം നല്ല ബേസും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഡെപ്തും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെവി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ചെവിക്കകത്ത് ഇരിപ്പുണ്ടെന്ന് മറന്നു പോകും. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് എൻ്റെ ചെവിക്ക് നല്ല കംഫർട്ടാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടാണ്. എത്ര നേരം വേണം നമ്മൾ യൂസ് ചെയ്താലും ചെവി പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൾ ക്വാളിറ്റി, ഇങ്ങനെയുള്ള ഇയർബഡ്സിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് കോൾ ക്വാളിറ്റിയിൽ പ്രശ്നം സംഭവിക്കുക എന്നുള്ളത്. ഞാൻ ഇതിനും യൂസ് ചെയ്യുന്ന സൗണ്ട് കോറിൻ്റെയും അതുപോലെ തന്നെ റിയൽമിയുടെയും ഒപ്പോടൊക്കെ ബഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എനിക്ക് കോൾ ക്വാളിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മളൊരാളോട് സംസാരിക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വലിയവരായിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല, സൗണ്ട് ക്വാളിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ ഇതിനകത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പക്കയായിട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മുടെ വോയിസ് ഒക്കെ നല്ല പക്കയായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മൈക്ക് നല്ല സൂപ്പർ മൈക്കാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് നോക്കുകയാണെന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ റൂമിൽ ഫോൺ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ എവിടെ പോയാലും ഇത് കട്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്
ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എനിക്ക് തോന്നി ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഇയർബഡ്സ് ഒക്കെ നമ്മുടെ ചെവിയിൽ നല്ല ടൈറ്റ് ആയിരിക്കും, നല്ല എയർ ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഉള്ളിലോട്ടും കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം പുറത്തുള്ള ഒരാൾക്കും കേൾക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അത്ര ടൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം പുറത്തൊരാൾക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശമുണ്ട്. നമ്മുടെ ചെവിയിൽ നമ്മൾ എത്ര നേരം ഇത് വെച്ച് യൂസ് ചെയ്താലും ചെവിക്ക് വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു നെഗറ്റീവ് പറയാനാണെന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഡിസൈൻ എല്ലാവരും ചെവിക്ക് പറ്റിയ രീതിക്കല്ല. വേറൊന്നുമല്ല, നിങ്ങളിത് വാങ്ങുന്നതിന് മുമ്പ് ഐഫോണിൻ്റെ വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ഉണ്ടല്ലോ, ആ ഹെഡ്ഫോൺ ഇതും സെയിം ആണ്, ഡിസൈൻ സെയിം ആണ്. അത് വയേർഡ് ആണ്, ഇത് വയർലെസ് ആണ്, അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി ഡിസൈനൊക്കെ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ആ ഹെഡ്ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ച് നോക്കുക. നിങ്ങൾക്കത് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങുക. ഇവിടെ റബ്ബറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും വരുന്നില്ല. അപ്പോൾ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പോഴത്തെ ഇതിൻ്റെ വില 14,000 രൂപയാണ്. ഈ 14,000 രൂപയ്ക്ക് ഇത് വാങ്ങണം എന്ന് ഞാൻ പറയില്ല. വേറൊന്നുമല്ല, കുറച്ച് ഓവർ പ്രൈസ്ഡാണ് എനിക്ക് തോന്നി. അപ്പോൾ ഒരു 14,000 രൂപ താഴെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതത്ര മോശം സാധനമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറെ ഫോൺ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.